നമ്മളിപ്പോൾ ബാംഗ്ലൂർ കലാശിപ്പാളയത്താണ്. കലാശിപ്പാളയത്തു നിന്ന് ഒരു ബസ് കയറി ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായി. നമ്മൾ അധികം പാർക്കിംഗ് ടു പാർക്കിംഗ് ആണ് വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ACLS ട്രാവൽസിൻ്റെ വോൾവോ B11R MG സ്റ്റാർസ് ബോർഡിലുള്ള കുറച്ച് എന്താ പറയുക, വോൾവോൻ്റെ ഒരു പ്രൈം ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കീട്ടിലും പെർഫോമൻസ് ചെയ്യുന്ന ഒരു ബസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇപ്പം വോൾവോ 9600 നിറഞ്ഞതുകൊണ്ട് ഇതേപോലത്തെ സ്കാനി വോൾവോ B11R ഒന്നും നമുക്ക് അധികം യാത്ര ചെയ്യാൻ കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് ബസ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരുപാട് ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് ബസ്സുകളിൽ. അപ്പോൾ ഈ മൾട്ടി ആക്സിൽ ബസ്സുകൾ, അതായത് സ്വീഡനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കിടിലം ബ്രാൻഡുകൾ, അതായത് വോൾവോ സ്കാനിയ പോലത്തെ ബ്രാൻഡുകളുടെ ബസ്സുകൾ ഇപ്പോൾ പുതിയ മോഡലായിട്ട്, ഇപ്പോൾ സ്കാനിയ ഒന്നും കാണാനില്ല, വോൾവോ B11R ഒക്കെ അപ്ഡേറ്റ് 9600 മാറിയിട്ടുണ്ട്. അപ്പം പണ്ടത്തെ ഒരു ബീസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന വണ്ടി യാത്ര ചെയ്യാൻ പല റൂട്ടിലും ഇപ്പോൾ കിട്ടാറില്ല കേട്ടോ. അപ്പം അതേപോലെ ഒരു ബസ് കണ്ടുപിടിച്ചതാണ്. ട്രിവാൻഡ്രം റൂട്ടിൽ നമ്മൾ വീഡിയോ ചെയ്തത് 9600 ബസ്സുകളായിരിക്കും. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് 11R യാത്ര ചെയ്യുന്നത്. സൂപ്പർ എക്സൈറ്റഡ് ആണ്, ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇവിടെ കലാശിപ്പാളയത്ത് ഇപ്പം നല്ല തിരക്കിൻ്റെ സമയമാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബസ്സുകളെ കൊണ്ട് നിറയും കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ ഏകദേശം എല്ലാ സിറ്റികളിലോട്ടേക്ക് വരുന്ന ബസ്സുണ്ട് കേട്ടോ. ഏത് മെയിൻ സിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, ഇനി ആന്ധ്ര സൈഡിലോട്ടാണെങ്കിൽ അവിടേക്ക്, ഇനി മുംബൈ സൈഡിലോട്ടാണെങ്കിൽ അവിടേക്ക്, എല്ലാ ഭാഗത്തേക്കും വരുന്ന ബസ്സുകൾ ഓടുന്നുണ്ട് കേട്ടോ. തെലങ്കാന, ഹൈദരാബാദൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട്. ആ സൈഡിലൊക്കെ ആയിട്ട് അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എനിക്ക് എത്തിയ സമയത്ത് എനിക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നത്, നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തില്ലേ ഒരുപാട് ബസ്സുകൾ ഞാൻ ഇവിടുന്ന് അവിടെയുള്ള മെട്രോ സ്റ്റേഷനിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യം മുതലേ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബസ്സിൻ്റെ റൂട്ട് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് സേലം, മധുരൈ, നാഗർകോയിൽ, അവിടുന്ന് ട്രിവാൻഡ്രം, ആ റൂട്ടിനാണ് കേട്ടോ പോകുന്നത്. സൂപ്പർ ഹൈവേ ആണ്, നല്ല ക്രൂയിസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ റോഡാണ്. സേലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആയിരിക്കും. നല്ല 11R ആയതുകൊണ്ട് നല്ല പവർഫുൾ വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പീഡ് കീപ്പ് ചെയ്തിട്ട് പോകട്ടോ. നല്ല ചേസിംഗ് ഒക്കെ കിട്ടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന നേരം ACLSൻ്റെ വേറെ ഒരു ബസ് ഉണ്ട് കേട്ടോ, ഭാരത് ബെൻസ്. ഈ ബസ്സിൽ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റൊക്കെ ഓൺ ബോർഡ് വരുന്ന ബസ്സാണിത്. അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് നേരം അധികം വെയിറ്റ് ചെയ്ത് നമുക്ക് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ. വോൾവോ B11R മൾട്ടി ആക്സിൽ MGൻ്റെ ബോഡിയുള്ള വണ്ടിയാണ്, MG സ്റ്റാർസ്. അതായത് ഈ വോൾവോ ഒക്കെ ഇപ്പോഴത്തെ നിങ്ങൾ ഗ്ലൈഡേഴ്സ് കണ്ടില്ലേ, അതൊക്കെ വരുന്നതിന് മുമ്പുള്ള വോൾവോയിലും ബെൻസിലൊക്കെ MG പ്രീമിയം ബോഡി ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതല്ല, ഇതിനപ്പുറത്തുള്ള നമുക്ക് പോകാനുള്ള ബസ്. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്റീരിയർ ഒന്ന് കയറി കാണാം. അപ്പം ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. 42 ബെർത്ത്, അതായത് 14.5 മീറ്റർ. പുതിയ 9600 വരുന്നതിന് മുമ്പുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് വണ്ടിയാണ്, അതായത് ഏറ്റവും ലെങ്ത് ഉള്ള വണ്ടി. 42 ബെർത്ത് ഫുൾ സ്ലീപ്പർ ബസ്സാണിത്. 2x1 കോൺഫിഗറേഷനിലാണ് കേട്ടോ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഒരു ഒതന്റിക് ആയിട്ടുള്ള MGൻ്റെ ബോഡി, അതായത് MG സ്റ്റാർസ് ബോഡിയുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പം ഈ ലൈറ്റിംഗ് ഒക്കെ ഇത്ര ഉണ്ടാവുള്ളൂ, കുറേ മുമ്പത്തെ ബോഡിയാണ് ഇത്. അതുകൊണ്ട് ഈ ഒരു ലൈറ്റിംഗ് ആംബിയൻസ് ആണ് ഉള്ളിൽ ഉണ്ടാവുക. ഇതിൽ ഞാൻ നോക്കിയ സമയത്ത് ഒരു സംഭവം കണ്ടിട്ടോ. ഇതിൽ TV ഒക്കെ വരുന്ന മോഡലാണ്. ഇത് സിംഗിൾ സീറ്റിന് ഇതിന് TV ഉണ്ട് കേട്ടോ ഇതിൽ. അന്നത്തൊക്കെ വണ്ടികളിൽ ഈ TV ഉണ്ടായിരുന്നു. പല പഴയ ബസ്സുകളിലും നമുക്ക് കാണാൻ പറ്റുക. 2018 ഒക്കെ മുമ്പേ, 2018 ആ ടൈമിലൊക്കെ വന്ന മോഡലാണെന്ന് തോന്നുന്നു. അന്ന് ഈ TV ഒക്കെ മെയിൻ സംഭവമായിരുന്നു. ഇപ്പം വളരെ കുറവാണ് കേട്ടത്. പക്ഷേ ഡബിൾ ബർത്തിലുള്ള TV എല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഹെഡ് റെസ്റ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ട, ഈ സീറ്റിലൊന്നുമില്ല. ഈ സീറ്റിലുണ്ട് ഒരു TV ഉണ്ട്, പക്ഷേ ചില സീറ്റുകളിലെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല ബർത്താണ് കേട്ടത്. നല്ല കുഷ്യനുള്ള ഇത് തന്നെയാണ്. നമ്മൾ 1Sലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് കർട്ടണും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നല്ല കളർ കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. പുതിയ വണ്ടികളുള്ള പോലെ ലഗേജ് റാക്കൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ചെറിയൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ. പിന്നെ മീഡിയം കർട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ ചാർജിങ് സംഭവങ്ങളൊക്കെ സാധാ USB ടൈപ്പ് C പ്ലഗ് ചെയ്യാൻ പറ്റിയ ഒന്നുണ്ട്, പിന്നെ ഒരു ഫുൾ സൈസ് ഉണ്ട്. അത് ഒരു റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. പ്ലഗ് പോയിന്റുകൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പ്ലഗ് പോയിന്റ് ഒരു ടീമില്ല. ഒരു മൊബൈൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, പുതിയ സാധനം വെച്ചതാണ്, പണ്ടത്തെ MGയിലുള്ള പോലെയല്ല.
പിന്നെ ഇതാണ് ഇതിൻ്റെ AC വെൻ്റ്. AC വരുന്നുണ്ട്. ഇവിടെ ഒരു AC വെൻ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിടിച്ച് കയറാൻ പറ്റിയൊരു സംഭവം ഇവിടെ മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പ് ഓരോ ബെർത്തിൻ്റെ നടുക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ സിംഗിൾ ബെർത്താണ്. നല്ല സ്പേസ് ഉണ്ട്, നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. അതായത് 14.5 മീറ്ററിൽ വരുന്ന മോഡലിൽ ഒരു സിംഗിൾ ബെർത്ത് 6 അടിയുള്ള ആൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ ഗ്ലാസിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. വണ്ടി ഇന്നൊരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഗ്യാരേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രൈവസി കട്ടണം എനിക്ക് ഇഷ്ടമായിട്ടോ. ഫുള്ള് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വിളിച്ച പോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കൊള്ളാം എന്തായാലും സംഭവം. നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ തലയൊന്നും മുകളിലും തട്ടുന്നില്ല, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ വയറിങ്ങും AC-ൻ്റെ ഇതൊക്കെ പോയതുകൊണ്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അത് ഒരു സംഭവം നടുക്ക് ഇവിടെ വന്നത്. റീഡിങ് ലാമ്പൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഫ്രണ്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഓപ്പറേഷൻ സംഭവങ്ങളൊക്കെ. എനിക്കും ചാർജിങ് പോയിന്റ് ഇങ്ങനത്തെ സംഭവമായിട്ട് വന്നത്. എന്തായാലും ഓവറോൾ കൊള്ളാം. നമ്മൾ മടിവാള പിക്കപ്പൊക്കെ കഴിഞ്ഞ് സിൽക്ക് ബോർഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രമേ ഇപ്പോൾ ബസ് ഡിലേ ഉള്ളൂ. ഞാൻ ബസ്സിൽ ഇവിടുന്ന് കലാശപ്പാളയത്തു നിന്ന് കയറുന്ന സമയത്ത് ബസ് 1/2 മണിക്കൂർ ഡിലേ ആയിരുന്നു. പക്ഷേ ഇവിടെ മടിവാളത്തുമ്പോഴത്തേന് ബസ്സിൻ്റെ ഡിലേ ടൈമൊക്കെ മാറി ഓൺ ടൈമായി കയറുന്നുണ്ട്. 10 മിനിറ്റ് ഡിലേ ഉണ്ട്. ഇവിടെ ഡീസൽ അടിക്കാൻ കയറുകയാണെന്ന് തോന്നുന്നല്ലോ. ആണ്, ഡീസൽ അടിക്കാൻ കയറുകയാണ്. അപ്പം ബസ്സിന് ഡിലേ ആവും. ഡീസൽ അടിക്കാൻ കയറ്റിയതാണ് കേട്ടോ. ഇതൊരു കുടിവണ്ടി തന്നെയാണ് കേട്ടോ. ഇതൊരു 1.5 ടാങ്കാണ് ഇതിൻ്റെ. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് 1000 ലിറ്റർ ടാങ്കുള്ള 11R ഒക്കെ ഉണ്ട്. MG സ്റ്റാർസ് ബോഡിയിൽ ഏകദേശം ഒരു 500 ലിറ്റർ ഡീസൽ അടിക്കും. സിംഗിൾ ടാങ്ക് ആണെങ്കിൽ ഈ സൈഡിൽ തന്നെ 500 ലിറ്റർ അടിക്കും. അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഓടിയിട്ട് ഒരു 600 ലിറ്റർ എന്തായാലും അടിക്കും. ഇതാണ് കേട്ടോ 11Rൻ്റെ MG മോഡൽ വരുന്നതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഈ ഒരു ടൈപ്പ് ഇൻറ്റീരിയറിലുള്ള വോൾവോ ബസ് വളരെ കുറവായിരിക്കും കേട്ടോ. നമ്മളെ ചാനലിൽ തന്നെ എനിക്ക് വന്ന് 2 ബസ്സിൻ്റെ വീഡിയോസ് അങ്ങനെ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ടാവുള്ളൂ. നല്ല പ്രീമിയം ലുക്കായിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ഡിസൈനാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത്. നല്ല രസമുണ്ട്. നല്ല പ്രീമിയം മെറ്റീരിയലാണ് ഇതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിൻ്റെ സ്റ്റീരിംഗ് വീല് ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. വോൾവോൻ്റെ പണ്ടത്തെ ലോഗോ ഇങ്ങനെ. പക്ഷേ ലോഗോ വരുന്നതൊക്കെ ഇപ്പോഴത്തെ ആണ് രസം കാണാൻ. വണ്ടി 10 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ടോ. 10,17,012 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അതൊന്ന് വോൾവോക്ക് ഒരു കിലോമീറ്റർ അല്ല, വോൾവോ 40 ലക്ഷം കിലോമീറ്റർ ഓടിയ വോൾവോയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഡീസൽ ഓൾറെഡി ഇതിനകത്ത് കാട്ടാങ്കോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് അടിക്കാനനുസരിച്ച് അങ്ങനെ കയറി വരും. കൊള്ളാം എന്തായാലും. ഇത് വോൾവോൻ്റെ ഐ-ഷിഫ്റ്റ് 12 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനാണ് കേട്ടോ വരുന്നത്. ഈ സൈഡിൽ വരുന്ന പുതിയ വോൾവും പഴയ വോൾവോ ഒരു സെയിം ടൈപ്പ് ഗിയർ ബോക്സിനാണ് വരുന്നത്. 12 സ്പീഡ് ഫോർവേഡും 4 സ്പീഡ് റിവേഴ്സും ആണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഇതിൻ്റെ സസ്പെൻഷൻ കൺട്രോൾസും സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇത് മീറ്ററിൻ്റെ ലൈറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഇപ്പോൾ കൂട്ടി വെക്കുക താഴ്ത്തി വെക്കുക ഒക്കെ ചെയ്യാം. പിന്നെ ഈ സൈഡിൽ വരുന്നത് ഇതിൻ്റെ പാർക്ക് ബ്രേക്ക് AC-ൻ്റെ സംഭവങ്ങളൊക്കെ ആണ്. ഇപ്പോഴത്തെ മോഡലിൽ AC ഒക്കെ ഈ സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പുറത്ത് കുറച്ച് കൺട്രോൾസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് നല്ലൊരു ക്യാബിൻ റൈഡ് ഒന്ന് എടുക്കണം. 11Rൻ്റെ ക്യാബിൻ റൈഡ് പറഞ്ഞാൽ വേറെ തന്നെ ലെവലായിരിക്കും. അത് വണ്ടി ഒന്ന് ഓടി ബോർഡിങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് വണ്ടിയിൽ 368 ലിറ്റർ ഡീസലാണ് അടിച്ചത്. ഏകദേശം 33,544 രൂപയുടെ ഡീസൽ. അതിൽ അടിക്കുന്നതിന് മുമ്പേ ഏകദേശം ടാങ്കിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 368 ലിറ്റർ ഡീസലായത്. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി 550 ലിറ്ററാണ് കേട്ടോ. ഫൈനലി നമ്മൾ ബാംഗ്ലൂർ സിറ്റിയൊക്കെ വിട്ട് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടാവും. വണ്ടി ഇപ്പോഴാണൊന്ന് സ്പീഡായി തുടങ്ങിയത്. ഇവിടെ ചന്താപുര എത്തിക്കഴിഞ്ഞാൽ ബോർഡിങ് ഏകദേശം കഴിയും. പിന്നെ ഞാൻ ക്യാബിൻ റൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇലക്ട്രോണിക് സിറ്റി ബോർഡിംഗ് പോയിന്റിലാട്ടോ ഉള്ളത്. ഈ ഒരു ടോള് കഴിഞ്ഞിട്ടുള്ള കോണ്ടിനെൻ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നാട്ടോ ബോർഡിങ് എടുക്കുന്നത്. भारत पेट्रोल दांडी आ रहा है ना, वो बाबा HP पेट्रोल बोर्ड தெரியுது. மெயின்ல நிக்க, மெயின் ரோட்ல நிக்க. இந்த வண்டி வருது பாரு, உங்களுக்கு தெரியவே இல்லை. HP पेट्रोल லைன் கிட்ட பண்ணிக்கிட்ட செப்பா நிச்சா HP पेट्रोल दांडी நாளை பார்த்து ஸ்க்ரீன் இருக்கு.
പഞ്ചായത്ത് മാറിയാൽ പിന്നെ നില്ലെങ്കിലേ ഏത് മാണിക്കും ഇന്ന് പറയാം ഇത് ഹോട്ടലിൻ്റെ ദിവസം നിൽക്കുന്ന മാനവസിന് പഞ്ചായത്തിൽ എന്നാ പഞ്ചായത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി വിട്ടാറ് ആമാ സീറ്റ് ഇറങ്ങി തന്നിട്ട് വിട്ടാറില്ല സിൽക്ക് ബോർഡിൽ നമ്മളെ മുന്നേറി വന്നു അവിടെ അവർ ആക്കുന്നുണ്ടായിരുന്നു ஆமாம் സമയം 12 മണിയൊക്കെ ആയാലും നമ്മൾ റായിക്കോട്ടയൊക്കെ കഴിഞ്ഞ് നല്ല റോഡ് സ്റ്റാർട്ടായിട്ടോ. അപ്പം ഇവിടെ ഒരു ടീ ബ്രേക്കും ടോയ്ലറ്റ് ബ്രേക്കും ആണ് കേട്ടോ. ഇവിടെ നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ. എംജിൻ്റെ ഈ ഒരു മോഡൽ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ACLS നാവിഗേറ്ററിന് ഫ്രണ്ടിലെ ബോർഡ് ലൈറ്റ് എന്തോ ഒരു മിന്നിക്കളി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. വേറെ ബോർഡ് ലൈറ്റ് നമ്മളെ വണ്ണസിനൊക്കെ കൊടുത്ത പോലത്തെ ലൈറ്റ് കത്തുന്ന, അതായത് ലെറ്റേഴ്സ് മാത്രം ലൈറ്റ് കത്തുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വോൾവോൻ്റെ ഒരു ലോഗോ ഉണ്ട്. എംജിൻ്റെ ബ്യൂട്ടിഫുൾ ബമ്പറാണ് കേട്ടോ ഈ കാണുന്നത്. വോൾവോ B8R വന്നതിന് ശേഷം പല ഓപ്പറേറ്റേഴ്സും ഈ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിർത്തിട്ടോ. കാരണം ഇത് കുറച്ച് പവർഫുൾ എഞ്ചിനാണ്, മൈലേജ് കുറവാണ് മറ്റേ ബസ്സിനെക്കാട്ടിലും. അതുകൊണ്ടാണ് ഈ ഒരു ബസ് ആൾക്കാർ ഒഴിവാക്കി പുതിയതിലോട്ട് അപ്ഡേറ്റ് ആവുന്നത്. ബസ്സിൻ്റെ ബാക്കിൽ ഒരു വോൾവോൻ്റെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ACLSൻ്റെ ബുക്കിംഗ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ എത്ര CC ആണെന്ന് വെച്ചാൽ 11700 CC 11 ലിറ്റർ എഞ്ചിനാണ് കേട്ടോ വരുന്നത്. അതായത് 430 ഹോഴ്സ് പവർ ആണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്പുട്ട്. കിടിലം പെർഫോമൻസിനുള്ള സാധനം തന്നെയാണ്. ഇതിൻ്റെ മൈലേജ് കുറവുള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇത് ഒഴിവാക്കിയത്. എനിക്ക് ഈ ഒരു എൻജിൻ വെച്ചിട്ട് വോൾവോൻ്റെ 9600 ബോഡിയുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സംഭവം തന്നെ ആയിരിക്കും അത് എന്തായാലും വോൾവോ ഇറക്കാൻ പോകുന്നില്ല. വോൾവോ B8R വെച്ചിട്ട് തന്നെയായിരിക്കും പോകുന്നത്. ബസ്സിൻ്റെ മൾട്ടി ആക്സിലാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നില്ല. ഈ ഒരു ബാക്കിൽ, അതായത് ബാക്കിലെ ഡബിൾ വീലിൻ്റെ ബാക്കിൽ വരുന്ന ടാഗ് ആക്സിൽ റൊട്ടേറ്റബിൾ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെറിയ ഡിസ്റ്റൻസിലൊക്കെ ടേണിങ്ങും പിന്നെ അതേപോലെ നല്ല ട്രാവൽ കംഫർട്ടും തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൾട്ടി ആക്സിലിനെ കൊണ്ടുള്ള ഉപകാരം കേട്ടോ. ഫോൺ പോട്ട് அதான் இப்போ நம்ம யாரும் பேசுறது இல்லையா. நாளைக்கு அங்கே தான் இருப்போம். நான் ஆமாண்ணே இப்போ தான் நம்ம சார்ட் எடுத்துட்டோம். சார்ட்டு
எவ்வளோ ஹாஃப் அன் ஹவர் சார்ஜ் இது 1 ஹவர் வெறும் பேட்டரி தான்
இந்த சைடு கிளியர் இல்லை, இங்க எல்லாம் பின்னாடி பிளாக் இருக்கு. எங்கேயும் கிடையாது. துண்டு துண்டாட்டு கிடக்கு.
സ്ലീപ്പർ സമയം രാത്രി 1:18 ഇവിടെ ACLSന്റെ ചെക്കിംഗ് പോയിന്റിലാണ് കേട്ടോ ഉള്ളത്. ഇതൊരു വെറൈറ്റി സംഭവമാണ്. ആദ്യം പ്രൈവറ്റ് ബസ്സിൽ ഇത് കാണുന്നത്. വേറെ കമ്പനീൻ്റെ ഒരാൾ വന്നിട്ട് വണ്ടി മൊത്തം ചെക്ക് ചെയ്യും, വണ്ടിയിലെ പാസഞ്ചർ കൗണ്ടൊക്കെ. ഡ്രൈവർമാർ അധികം ആൾക്കാരെ കയറ്റുന്നുണ്ടോ നോക്കാനൊക്കെ ആണ്. പിന്നെ അതൊരു സേഫ്റ്റിയും കൂടിയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ബുക്ക് ചെയ്യാതെ പാസഞ്ചർ വണ്ടി കയറുന്ന സമയത്ത് അതൊരു പ്രശ്നം തന്നെയാണ്. സാധനങ്ങളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാവരുടെ ലിസ്റ്റും ഇവരുടെ കയ്യിലുണ്ടാവും, വണ്ടിയിലെ മൊത്തം പാസഞ്ചേഴ്സിൻ്റെ. അതൊരു സേഫ്റ്റിയാണത്. കൊള്ളാം എന്തായാലും. ഇനി ഞാനൊന്ന് ഉറങ്ങിയിട്ട് മധുര എത്തിയിരിക്കാം കേട്ടോ. അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന് വെള്ള ഷർട്ടിട്ട ആള്. പുള്ളി നല്ല അടിപൊളി ഡ്രൈവറാണ് കേട്ടോ.
നമ്മൾ ഏകാലൊക്കെ ആയ സമയത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇത് നല്ല സർവീസാണ് കേട്ടോ. ഫ്രീക്വൻ്റ് ആയിട്ട് ടോയ്ലറ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 7 മണി ആയപ്പോൾ തന്നെ ഈ കാണുന്ന ഹൈവേൻ്റെ അകത്തായിട്ടുള്ള ടോൾ പ്ലാസൻ്റെ അടുത്തുള്ള ഈ ഒരു ടോയ്ലറ്റിൽ നിർത്തി. ഇനി നമുക്ക് 90 കിലോമീറ്റർ കൂടിയാണ് കേട്ടോ ട്രിവാൻഡ്രത്തേക്കുള്ളത്. ബസ് ഒരു 1/2 മണിക്കൂർ ലേറ്റാണ്. അത് ഓടി പിടിക്കാനാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനി ആവലുണ്ടാവില്ല. ഇനി റോഡ് 4 ലൈൻ കഴിഞ്ഞ് 8 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നാഗർകോവിലെത്തി. നാഗർകോവിൽ കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ലൈൻ റോഡാണുള്ളത്. എക്സൈസുകാർ ചെക്കിങ്ങിന് വരുന്ന കേട്ടോ. എല്ലാ വണ്ടി ചെക്ക് ചെയ്തിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. ഇത് കേരള ബോർഡർ കയറിയതിന് ശേഷമുള്ള ഒരു ചെക്ക് പോസ്റ്റാണ്. സമയം അങ്ങനെ 8:30 ആയപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിട്ടോ. നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. ബസ് 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ബസ്സാണെങ്കിലും നല്ല ട്രാവൽ കംഫർട്ട് വരുന്നതാണ്. സസ്പെൻഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വോൾവോ B11R അല്ലെങ്കിൽ വോൾവോൻ്റെ ഈ ഒരു MG സ്റ്റാർസ് ബോഡിയുള്ള ബസ്സിൽ ഇത്രയൊരു ലോങ് ട്രിപ്പ് ചെയ്യുന്നത്. ഈ ബസ് ഞാൻ അന്വേഷിച്ച സമയത്ത് ഈ ബസ് SRT നമ്മൾ മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് വിശാഖപട്ടണത്തോട്ട് ഒരു ബാത്റൂം അതായത് ടോയ്ലറ്റൊക്കെ അറ്റാച്ച് ചെയ്തൊരു ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. SRT ശ്രീ രത്തൻ ടാറ്റ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ കയ്യിലുണ്ടായിരുന്ന ബസ്സാണ്. ആ ബസ്സാണ് ACLS മേടിച്ചത് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. ബുക്ക് ചെയ്യേണ്ടത് ACLS.com എന്ന് പറഞ്ഞിട്ട് ഇവരെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇവർക്ക് ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ. അതൊക്കെ സ്ഥിരം യാത്രക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. റെഡ് ബസ്സിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ട്രിവാൻഡ്രം. തമ്പാണോ